കൂട്ടരെ, അപ്പൊ ഇന്ന് നമ്മൾ ചതയതിനായിട്ട് വന്നിരിക്കുന്നത് എന്റെ നാത്തൂന്റെ വീട്ടിലോട്ടാണ്. നാത്തൂർ എന്ന് പറയുമ്പോൾ എന്റെ സ്വപ്നാക്കയുടെ വീട്ടിലോട്ട്. അപ്പം അവിടുത്തെ അവർക്ക് വീടിന്റെ പുറയിലായിട്ട് ചെറിയ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അവര് ഭയങ്കര പണ്ടത്തെ പഴയ കൃഷിക്കാരൊക്കെയാണ്. ഇവിടെ വന്നപ്പോ ചെറിയൊരു കൃഷിത്തോട്ടമൊക്കെ. അപ്പൊ കാഴ്ചയൊക്കെ കിടക്കാനുള്ളപ്പോ ഞാനോട് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാം. വഴുതനങ്ങയാണ് ഗീസ്, തനിനാടൻ വഴുതനങ്ങ കട. എന്ത് രസമായിട്ട് കിടക്കണേന്ന് നോക്കിക്കേ. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതേ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വഴുതനങ്ങയുണ്ട്. പിന്നെ നമ്മൾ കണ്ടില്ലേ തൂവി കിടക്കുകയാണ്. ഇവര് കുറച്ചൊക്കെ പറിച്ച് വിറ്റു കേട്ടോ. അപ്പൊ ഇനി ബാക്കി ഈ കിടക്കുന്നതാണ് ഇതൊക്കെ. അപ്പൊ നമുക്കിതേ ഇതാണ് നമ്മൾ മഞ്ഞളാണ് ഗൈസ് ഇത് നിൽക്കുന്നത്. ഇത് പറിക്കാറൊന്നും ആയിട്ടില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. പറിക്കാറായിട്ടുണ്ടെങ്കിൽ അളിയാൻ പറിച്ചേരാ പണ്ടേ. പിന്നെ ഇതാണ് ചേന സോറി, ഇതാണ് ഗൈസ് ചേന എന്ന് പറയുന്നത്. ചേമ്പും ചേനയൊക്കെ നമ്മൾ എപ്പോഴും മാറിപ്പോവും. ഇതാണ് ചേമ്പുണ്ട്. ഇതാ ഇവനെ നമ്മൾ മറക്കാനേ പാടില്ല. ഇവനിന്ന് ഭയങ്കര സ്റ്റാറാണ് കേട്ടാ. ഇവൻ ആരാന്നറിയാവോ? ഇവരാണ് റംബൂട്ടാൻ. കുഞ്ഞൂട്ടനാണ് ഇവൻ. കുഞ്ഞൂട്ടൻ ഉണ്ടായിട്ട് വേണം ഇവിടെ ഒന്ന് നല്ലപോലെ ഒന്ന്. ഇതാണ് ചേന. ഇത് അപ്പൊ ചേമ്പ് ഇത് അതാണ് കറക്റ്റ്. ചേന ഇതാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ചേനയാണ്. അവൻ ചേനയുണ്ട്. പിന്നെ പ്ലാവുണ്ട് കേട്ടോ. ഇത് ബഡിങ് പ്ലാവാണ് കേട്ടോ. ഏത് കപ്പങ്ങ, നാടൻ കപ്പങ്ങയാണ് കിടക്കുന്നത്. കണ്ടില്ലേ? ചേമ്പൊക്കെ ഇവര് കഴിക്കില്ലെന്ന് തോന്നുന്നു. ഇവർക്ക് ഇതൊന്നും വലിയ താല്പര്യമുള്ള കേസ് കിട്ടിയില്ല. ചേനയാണ് കേസ്. ചേനയോട് അടുത്താൽ അറിയാം. ചേനയോട് അടുത്താൽ എന്താണ് അറിയണത്? എന്തോ ചൊറിച്ചിലിന്റെ സംഭവമാണ്. അതൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിത് ഇങ്ങോട്ട് വരുമ്പോ ഉണ്ടല്ലോ ചെറിയ കാച്ചിലല്ലേടാ, കാച്ചിലല്ലേ? സോറി ഗൈസ്, ഇത് പിന്നെ ഡൗട്ടാണ് കേട്ടോ. കാച്ചിലുണ്ട്. ചെറുക്കുന് അതൊരു വിഷയമല്ല കേട്ടോ. പിന്നെ നമ്മുടെ സ്വന്തം കറിക്കിടുന്ന കറിവേപ്പിലയാണ് ഗൈസ്. നാടൻ കറിവേപ്പിലുണ്ട്. കറിവേപ്പിലൊക്കെ ഇപ്പൊ എന്തോന്നറിയില്ല, ഒരു ചെറിയ ക്ഷീണം തട്ടിയിട്ടുണ്ട്. എന്തോ ഒരു ക്ഷീണമുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ല. ആള് നല്ല ഉഷാറായിരുന്നു. മഴയൊക്കെ പെയ്തിട്ടൊക്കെ ആവാം. മടിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് കിടക്കുക. അളിയൻ ചെറിയൊരു കർഷകനായത് കാരണം ഇതിന് നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. തക്കാളിയും വെണ്ടയ്ക്ക, മറ്റേ കാന്താരി മുളകൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഓരോന്നിനും ഓരോ സീസൺ കഴിയുമ്പോൾ അതൊക്കെ പറിക്കുമല്ലോ. അതൊക്കെ പറിച്ചിട്ടാണ് ഇപ്പൊ അവിടെ ആ സ്ഥലത്താണ് നിങ്ങൾ മഞ്ഞൾ കണ്ടിരിക്കുന്നത്, തക്കാളിയുടെ സ്ഥലത്ത്. പിന്നെ മറ്റേ ഇത് എന്താണ് പറഞ്ഞാൽ ഞാന് കാന്താരി മുളക് ഇത് ആ സൈഡിലായിരുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച്. കാടും വെള്ളം പിടിച്ചിരിക്കാം. മഴയൊക്കെ അല്ല ഗീസ്, അതുകൊണ്ടായിരിക്കാം സമയം കിട്ടിയിട്ടില്ല ഗീസ് അളിയന്. അപ്പൊ ഇതാണ് ചെറിയ അടുക്കളത്തോട്ടം എന്ന് പറയുന്നത്. ഇവിടുത്തെ മെയിൻ ഐറ്റം ആണ് നമ്മുടെ കുഞ്ഞുകുട്ടൻ വളരാൻ നമ്മൾ നോക്കിയിരിക്കുകയാണ്. വഴുതനങ്ങ ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇവര് കുറച്ച് പറിച്ച് വിറ്റതാണ് കേട്ടോ. കടയിൽ കൊടുത്തതാ കുറച്ച് മേടിച്ച്. അപ്പൊ ബാക്കിയുള്ളതാണ് കണ്ടല്ല. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.